السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على رسول المصطفى وعلى آله أهل الصدق والوفاء، أما بعد. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞിട്ടുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ സംഘടനയുടെ ആർവാൾ ശാഖ SKSSFൻ്റെയും സമസ്ത പോഷക സംഘടനകളുടെയും അഭിവന്ദരായ നേതാക്കന്മാർ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, ഉമ്മ പെങ്ങന്മാർ, സഹോദരി സഹോദരന്മാർ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ പ്രകാശമായി നാളെ പരലോകത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ വഴിയെ കാണിക്കുകയും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമായി അല്ലാഹു ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീലാനി പ്രകാശം തേടി എന്നുള്ള ഈ സംരംഭം എന്തിനാണ് എന്നുള്ളതും അതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടമെന്നുള്ളതും ഇവിടെ പറയുന്നതും അവതരിപ്പിക്കപ്പെടുന്നതും എന്താണ് എന്നുള്ളതുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയത്തിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. പ്രകാശം തേടി എന്നുള്ളതാണ്, അഥവാ ജീലാനി പ്രകാശം തേടി എന്നുള്ളതാണ്. ഔലിയാക്കൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൽ ഉന്നതമായ വിജയം വരിക്കുകയും തെറ്റായ ദിശകളിൽ ജീവിച്ച ആളുകൾക്ക് കൃത്യമായി ബോധം നൽകുകയും അവരാത്മീയമായി സംസ്കരിച്ചു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തവരാണ് ഔലിയാക്കൾ. അള്ളാഹു അവർക്ക് നൽകിയ പ്രത്യേക കഴിവ് കൊണ്ട്, ഒരുപക്ഷെ അവരുടെ നോട്ടം കൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ സദസ്സിൽ ഇരിക്കൽ കൊണ്ട്, അവരുടെ സംസാരങ്ങൾ കേൾക്കൽ കൊണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടായി പരിശുദ്ധമായ ദീനിൻ്റെ കൃത്യമായ ചട്ടക്കൂടുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഒരു മനുഷ്യന്റെ സംസ്കരണവും ആ സംസ്കരണത്തിലൂടെ പരലോകത്തുള്ള വിജയവുമാണ് ഔലിയാക്കൾ വഴി നമുക്കുണ്ടാവുന്നത്. നമുക്കറിയാം, മനുഷ്യരാശിയിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ആ പ്രവാചക പരമ്പരക്ക് അവസാനമാവുകയും ചെയ്തു. ഈ പ്രവാചകന്മാരുടെയൊക്കെ ദൗത്യമെന്ന് പറയുന്നത് കേവലം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുക എന്നത് മാത്രമായിരുന്നില്ല. അവരെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നിടത്ത്, പ്രവാചകന്മാരെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങൾ പറയുന്നിടത്ത് കാണാം, വയുസക്കീഹിം, അഥവാ നമ്മളെ സംസ്കരിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം. പ്രവാചകന്മാർക്കുള്ള വലിയൊരു ദൗത്യം ആ സമൂഹത്തെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരലല്ല, മറിച്ച് അവരെ പൂർണ്ണമായി സംസ്കരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിക്കാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അഥവാ പ്രവാചകന്മാരുടെ ദൗത്യമെന്ന് പറയുന്നത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തരുന്നതോടൊപ്പം നമ്മെ സംസ്കരിച്ച് ആ ഇസ്ലാമിൻ്റെ സത്ത ഉൾക്കൊള്ളാൻ പറ്റുന്നവരാക്കി, അതനുസരിച്ച് ജീവിക്കുന്നവരാക്കി, പരലോകത്ത് വിജയം നേടുന്നവരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ആ പ്രവാചകന്മാരുടെ അനന്തരഗാമികളായി വന്നിട്ടുള്ള ഔലിയാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും നിർവഹിക്കാനുള്ള ദൗത്യം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് വലിയ അടുപ്പമുള്ളവരാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വഴി വളരെ ദുർഘടം പിടിച്ച വഴികളുമാണ്.
നമുക്കറിയാം, നമ്മളൊരു ദിവസം രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഇരുട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പുറം എത്തിയപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ട് ഇന്ന സ്ഥലത്തെത്തണമെന്ന്. പക്ഷേ കൃത്യമായ വഴി നമുക്കറിയുന്നില്ല, കാരണം ഇരുട്ടാണ്. മുന്നോട്ട് പോവാൻ പേടിയുണ്ട്. മുന്നോട്ട് പോവാൻ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ അതുവഴി മറ്റൊരാൾ വലിയ ടോർച്ചുമായി കടന്നു വരികയാണ്. അയാളിങ്ങനെ ടോർച്ചിൽ, അയാളുടെ പ്രകാശത്തിൽ അയാളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മെല്ലെ അയാളുടെ പിറകെ നിൽക്കും. നമ്മൾ മെല്ലെ അയാളുടെ പിറകെ നിന്നിട്ട് അയാളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അയാൾ കാണിച്ചു കൊടുക്കുന്ന വെളിച്ചത്തിൽ നിന്ന്, ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ കിരണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കിരണം അനുസരിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കും. നമ്മൾക്ക് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയും. അഥവാ അയാൾ ഉപയോഗിക്കുന്നത് അയാളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുന്നോട്ടടിക്കുന്ന ടോർച്ചിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന പ്രകാശം, അയാളുടെ സഞ്ചാരത്തിനുള്ള പ്രകാശം, ആ പൂർണ്ണ പ്രകാശം നമുക്ക് കിട്ടില്ലെങ്കിലും അതിൽ നിന്നുള്ള അംശങ്ങൾ നമുക്ക് കിട്ടുക വഴി നമുക്ക് സുന്ദരമായി സഞ്ചരിക്കാനും ലക്ഷ്യത്തിലേക്ക് എത്താനും നമുക്ക് കഴിയാറുണ്ട്. ഇതൊരു ഉദാഹരണമാണ്. അതേപോലെ നാളെ പരലോകമാകുന്ന, ആ പരലോകത്ത് സ്വർഗമാകുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകണം. അതിന് നമുക്ക് മുമ്പിൽ ഒരുപാട് കടമകളുണ്ട്. അജ്ഞരാണ് നമ്മൾ, അതോടൊപ്പം ശുദ്ധമല്ലാത്തവരാണ് നമ്മൾ, ഒരുപാട് കളങ്കിതരായി ജീവിക്കുന്നവരാണ് നമ്മൾ. ആ കളങ്കിതമൊക്കെ മാറ്റി നമ്മുടെ മനസ്സിനൊന്ന് ശുദ്ധീകരിച്ച് പ്രയാണ പാതകളിൽ വരുന്ന ഇരുട്ടുകളെ, അധർമ്മത്തിൻ്റെ ഇരുട്ടുകളെ തള്ളി മാറ്റി പ്രകാശത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇത്തരത്തിൽ പ്രകാശമയമായി ജീവിച്ചു പോയ ആളുകളുടെ പിന്നിലൂടെ, അവരുടെ പ്രകാശത്തിൻ്റെ പിന്നിലൂടെ സഞ്ചരിച്ച് അവർക്ക് കിട്ടിയ പ്രകാശം മുഴുവനും ആവാഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ പ്രകാശത്തിൽ നിന്നുള്ള ചിലതൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതോടുകൂടെ നമ്മുടെ പരലോകത്തേക്കുള്ള സഞ്ചാരവും എളുപ്പമാവുകയും നമുക്ക് സുന്ദരമായി സഞ്ചരിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭത്തിന് ജീലാനി പ്രകാശം തേടി എന്ന് വെച്ചത്. ആ പ്രകാശത്തെ നമ്മൾ തേടുകയാണ്. മഹാനായ ജീലാനി തങ്ങൾ കൊണ്ട് നടന്നിരുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ നമ്മൾ തേടുകയാണ്. ആ പ്രകാശത്തെ കാണുമ്പോൾ അതിൻ്റെ ശാഖയിലൂടെ നമുക്കും സഞ്ചരിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ, അതല്ലെങ്കിൽ ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ എന്ന വളരെ മനോഹരമായ ഒരു ഹദീസ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ ഹദീസ് പലപ്പോഴും നമ്മൾ കേൾക്കുകയാണ്. എന്തേ ഈ ഹദീസിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരമായി ഈ സംരംഭത്തെ നമ്മൾ കാണണം. എന്താണ് ഇവിടെ പറഞ്ഞത്? ദിക്റുസ് സ്വാലിഹീന കഫാറ, സാലിഹീങ്ങളെ കുറിച്ചുള്ള സ്മരണ, സാലിഹീങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ, സാലിഹീങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളത് കഫാറത്തുൻ, അത് നമുക്ക് പ്രായശ്ചിത്തമാണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, നമ്മൾ കേവലം ഇവിടെ ഇരുന്നിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ കേട്ടു, ശംസുൽ ഉലമയെ കേട്ടു, കണ്ണിയത്ത് ഉസ്താദിനെ കേട്ടു, അതുപോലെ അവരെ അറിഞ്ഞു എന്നതുകൊണ്ട് ഈ കഫാറത്ത് ഉണ്ടാവുമോ എന്ന വലിയ ചോദ്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവരെക്കുറിച്ച് പറയലോടുകൂടെ ചില മഹത്വങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെങ്കിലും ഈ പറഞ്ഞ പൂർണ്ണാർത്ഥത്തിലുള്ള കഫാറത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്? കാരണം നമ്മൾ നിസ്കരിക്കാറുണ്ട്. നിസ്കാരം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്നും മോശങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നതാണ്. അഥവാ നമ്മളൊരു നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ തെറ്റുകളിലേക്ക്, പാപങ്ങളിലേക്ക് പോവാൻ കഴിയില്ല. അതിൽ നിന്നൊക്കെ അവനെ ഒരു നിസ്കാരം തടഞ്ഞു നിർത്തും. ആ തടഞ്ഞു നിർത്തൽ ഇങ്ങനെ തീരാനാകുമ്പോഴേക്ക് അവൻ്റെ മുമ്പിലേക്ക് മറ്റൊരു നിസ്കാരം വരും. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കലോടുകൂടെ അവൻ്റെ ജീവിതത്തിൽ പാപ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. പക്ഷേ നമ്മൾ ആലോചിച്ചു നോക്ക്, നമ്മൾ നിസ്കരിക്കാറുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ പാട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയും. നമ്മുടെ നിസ്കാരം ഇവിടെ തെറ്റുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നു.
പുറത്തിറങ്ങിയാൽ മറ്റു അന്യ സ്ത്രീകളെ നോക്കിയിരിക്കുകയാണ്, അതല്ലെങ്കിൽ മറ്റു പല തെറ്റുകളും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരം ആ നിസ്കാരത്തിൻ്റെതായ കമാലിയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നർത്ഥം. അങ്ങനെ അതിൻ്റെ യഥാർത്ഥമായ കമാലിയത്തിലേക്ക് എത്തിച്ചേർന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നിസ്കാരം പരിപൂർണമായി കഴിഞ്ഞാൽ നമ്മൾക്കൊരു തെറ്റുകളും ചെയ്യാൻ കഴിയില്ല, നമ്മൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ നിസ്കാരമാവാതെ പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതേപോലെ സ്വാലിഹീങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കഫാറത്താകും എന്ന് പറയുന്നത് പോലെ അത് കേവലം വർത്തമാനങ്ങളല്ല. സ്വാലിഹീങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സാലിഹീങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച വെറുതെയാവാൻ പാടുള്ളൂ. കാരണം സാലിഹ്യങ്ങൾ സഞ്ചരിച്ചത്, അവരുടെ ജീവിതം, അവരുടെ ചുറ്റുപാട്, അവർ പറഞ്ഞ വർത്തമാനങ്ങൾ ഒക്കെ അള്ളാഹിനെ കുറിച്ചാണ്. ഹല്ലാജ കൊല്ലുന്നാൾ അന്നു ഞാനുണ്ടെങ്കിൽ അവർ കൈ പീഡിപ്പൻ ഞാനെന്നു പറഞ്ഞോവർ എന്ന് പറഞ്ഞ ആ മനോഹരമായ ബൈത്ത് നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അള്ളാഹ് എന്ന ചിന്തയിലേക്ക് ജീവിക്കുന്നവരാണ് സ്വാലിഹ്യങ്ങൾ. അപ്പോൾ സ്വാലിഹ്യങ്ങളെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, അവരുടെ കിടത്തം, അവരുടെ ഭക്ഷണം കഴിക്കൽ, അവരുടെ വെള്ളം കുടിക്കൽ തുടങ്ങി എല്ലാം അള്ളാഹ് എന്ന ചിന്തയിലാണ്. അപ്പോൾ അവരുടെ എല്ലാത്തിനെ കുറിച്ചും പഠിക്കലോടുകൂടെ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിനെയാണ്, നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിനെയാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള മാർഗത്തെയാണ്. ആ മാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരത് വെറുതെ ആവാൻ പാടില്ലല്ലോ. കാരണം എന്താണ്? ഖുർആൻ പറയുന്നു, കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കോപമുള്ള കാര്യം നീ ചെയ്യാത്ത കാര്യം നീ പറയലാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യലാണ്. അഥവാ നമ്മൾ ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് പോയിട്ട് ഇവരുടെ ഒരുപാട് ചരിത്രം നമ്മൾ പറഞ്ഞു അയവിറക്കി, എന്നിട്ട് ആ ചരിത്രമൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഇവിടെ അവരൊക്കെ സൂക്ഷിച്ച ആ തഖ്വ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരംശമെങ്കിലും ചേർത്ത് വെക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ അള്ളാഹുവിന് അത് ഏറ്റവും കോപമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പറയും, എന്നാൽ പിന്നെ ഇതൊന്ന് കേൾക്കാതിരുന്നാൽ ഇതൊന്നൊക്കെ രക്ഷപ്പെടുമല്ലോ, കേട്ടാൽ മാത്രമല്ലേ ഈ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾക്കത് പഠിക്കാനുള്ള അവസരമുണ്ടായിട്ട് നമ്മളത് പഠിച്ചില്ല എങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ പറയും, ഇതൊന്നും ഞാൻ അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അള്ളാഹ് തിരിച്ചു ചോദിക്കും, ഇതൊക്കെ പറയാനും കേൾക്കാനും പഠിപ്പിക്കാനും ആളുകൾ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് അതിന് സമയം ചെലവഴിച്ചില്ല? നിനക്ക് സമയവും ഉണ്ടായിരുന്നു, പക്ഷെ നീ അതിന് സമയം ചെലവഴിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ നിനക്കിതൊന്നും അറിയാതെ പോയത് എന്ന് അള്ളാഹു തിരിച്ചു ചോദിക്കുമ്പോൾ അവിടെ നമുക്കെന്ത് ഉത്തരം പറയാൻ കഴിയും? അപ്പം അവിടെയും നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ സ്വാലിഹ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതൊക്കെ ജീവിതത്തിലേക്ക് ഒരംശമെങ്കിലും ചേർത്ത് വെക്കാനുള്ള ശ്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻഷാ അള്ളാഹ് ഈ സംരംഭവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നാമതായി നിയത്ത് വേണ്ടത്. ഇവരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, ഇവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു ധന്യതയുണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഉന്നതി ഉണ്ടാക്കാൻ എന്നാവണം നമ്മുടെ നിയത്ത്. അങ്ങനെ ഒരു നിയത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളൊരു സംഗതിയുണ്ട്. എന്താണത്? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എല്ലാ നബിദിനം വരുമ്പോഴും പ്രസംഗം കേൾക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു സംഗതിയുണ്ട്. എന്താണ്? ഇവരെപ്പോഴും പറയുന്നത് അൽ അമീൻ, നബിയെ കുറിച്ച് അൽ അമീൻ എന്നുള്ളതാണ്. ആ സത്യസന്ധതയുടെ വർത്തമാനത്തെ നമ്മളിങ്ങനെ പറയും. നബി എല്ലാവരും അൽ അമീനാണെന്നാണ് വിളിച്ചത്. ഇവിടെ പഴയ കാലത്ത് സത്യസന്ധത അതായിരുന്നു. അപ്പോഴും നമ്മൾ അൽ അമീൻ എന്ന ആ സത്യസന്ധതയുടെ കഥ പറയുന്നിടത്തു നമ്മൾ ആലോചിക്കും, നമ്മളെപ്പോഴും ഈ അൽ അമീൻ എന്നുള്ള കഥ പറയുന്നതിന് പകരം നബിയുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ പുതിയൊരു ചരിത്രം, നമ്മൾ ഇതുവരെ കേൾക്കാതൊരു ചരിത്രം കേട്ടിരുന്നുവെങ്കിൽ സുന്ദരമായിരുന്നു, മനോഹരമായിരുന്നത്, കേൾക്കാൻ കുറച്ചും കൂടി ആവേശം ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ കേട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, നമ്മളങ്ങനെ കേൾക്കാത്ത,
സത്യസന്ധതയുടെ ഒരു ചരിത്രം നമ്മൾ കേട്ടു. അതെന്നെ എല്ലാ വർഷവും ആവർത്തിച്ച് കേൾക്കുന്നത് വിരസതയായി നമുക്ക് തോന്നുന്നുവെങ്കിൽ, പുതിയ ചരിത്രത്തെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പുതിയ ഒരുപാട് ചരിത്രം കേട്ടതുകൊണ്ടെന്ന്. പുതിയ ഒരുപാട് ചരിത്രം കേൾക്കലല്ല, കേട്ട ചരിത്രത്തിൽ നിന്ന് വല്ലതും പകർത്തുകയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പകർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ചരിത്രം കേട്ടത് കൊണ്ട് കാര്യമുണ്ട് ഇല്ല. ചരിത്രം കേൾക്കൽ അത് നമുക്ക് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരമാവണം. ഏതുപോലെ നമ്മുടെ രാഷ്ട്രീയമാവട്ടെ, സംഘടനയൊക്കെ ആവട്ടെ, നമ്മൾ പലപ്പോഴും 1920 അല്ലെങ്കിൽ 1980-കളിൽ അതല്ലെങ്കിൽ 2000 കാലഘട്ടത്തിൽ ഞങ്ങളുടെ പൂർവികന്മാർ ഇങ്ങനെ ചെയ്തു, അവരുടെ ജീവിതം ഇങ്ങനെയായിരുന്നു, അവർ സമൂഹത്തിന് വേണ്ടി ഇതൊക്കെ സമർപ്പിച്ചു എന്ന് നമ്മളിങ്ങനെ ഊറ്റം കൊണ്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഒരു 2030 കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു 2040 കഴിയുമ്പോൾ ആ സമൂഹവും പറയുന്നത് നമ്മൾ പറഞ്ഞ ആ പഴയ ചരിത്രമാവുകയാണോ വേണ്ടത്? അല്ല. അപ്പോൾ വരുന്നൊരു തലമുറ പറയേണ്ടത് നമ്മുടെ പൂർവികന്മാർ നമ്മളിങ്ങനെ ആയിരുന്നു, നമ്മുടെ പൂർവികന്മാർ എന്ന് പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് പറയണം. നമ്മുടെ ചരിത്രം അവർക്ക് പ്രചോദനം ഉൾക്കൊള്ളാനുള്ളതാക്കണം. അതിനെന്ത് വേണം? നമ്മൾ ഒരുപാട് ചരിത്രത്തെ കേൾക്കുന്നതോടൊപ്പം ആ ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് ചോർത്തു വെക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ചരിത്രം നമ്മൾ കേൾക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടാകുന്നത്. പുതിയ പുതിയ ചരിത്രങ്ങൾ കേൾക്കലല്ല, കേട്ട ചരിത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പകർത്തി വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ വല്ലതും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കൊന്നാമതായി വേണ്ടത്. അതാണ് മുഹയ്യിദ്ദീൻ ഷേഖിന്റെ ചരിത്രം, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ആ കേട്ട ചരിത്രത്തിന്റെ ചില ശകലങ്ങൾ, ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഇട്ടുതരികയും തട്ടി ഉണർത്തുകയും ചെയ്യാനുള്ള ഒരു ശ്രമം. നിങ്ങളുടെ മനസ്സിലേക്കല്ല, മറിച്ച് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഞാൻ ഇടുകയാണ്. എൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന ശബ്ദം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. ആ ശബ്ദത്തിൽ നിങ്ങളുടെ മനസ്സും ഒന്ന് ഉണരാൻ സാധിച്ചുവെങ്കിൽ, സാധ്യമാകുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, ഞാൻ ധന്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആ പ്രവാചകന്മാർ നടത്തിയ തസ്കിയത്തു, ഔലിയാക്കളുടെ കുറിച്ച് പറയലോടുകൂടെ നമ്മുടെ മനസ്സിലേക്കൊരു മാറ്റമുണ്ടാക്കുകയാണെങ്കിൽ അതാണ് തസ്കിയത്ത്, അതാണ് ആത്മസംസ്കരണം. ആത്മസംസ്കരണത്തിനുള്ള മാർഗമായി നമുക്ക് ഈ സദസ്സിനെ മാറ്റാൻ കഴിയണം. നമ്മൾ ഈ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരിത്രയും സൂക്ഷ്മത പാലിച്ചവരായിരുന്നു എന്നൊക്കെ സൂക്ഷ്മതയുടെ ഒരുപാട് ചരിത്രങ്ങൾ പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ കഴിയണം. എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായല്ലോ, ഞാൻ അവിടെയൊന്നും സൂക്ഷ്മത പാലിച്ചില്ലല്ലോ. അവിടെ വെച്ച് ആ ചിന്തയിൽ നിന്ന് റബ്ബിലേക്ക് കരമുയർത്തിയിട്ട്, റബ്ബേ എനിക്കിത് സംഭവിച്ചു എന്ന് പറയാനും റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്യാനും കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക്, അത്തരം സൂക്ഷ്മത കൈക്കൊള്ളുന്നൊരു ജീവിതത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് ദിക്റുസ്സാലിഹീന കഫാറ, സാലിഹീങ്ങളെ കുറിച്ചുള്ള വർത്തമാനം, സാലിഹീങ്ങളെ കുറിച്ചുള്ള വർത്തമാനം, സാലിഹീങ്ങളെ കുറിച്ചുള്ള ദിക്ർ അത് കഫാറത്താവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ നമ്മുടെ ഈ ചരിത്രം, ഓരോ ചരിത്രം പറയുമ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു, അത് തെറ്റായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ ചിന്തിച്ച് അതിന് തൗബ ചെയ്യാൻ അള്ളാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു മാർഗത്തെ, അതിനുള്ളൊരു അവസരത്തെ, അതോടൊപ്പം ആ തൗബ ചെയ്യലോടൊപ്പം ഇനി എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു, അതല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മഹാന്മാർ ശ്രദ്ധിച്ചു, പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഇനി ഞാനത് ശ്രദ്ധിക്കട്ടെ എന്ന് ചിന്തിക്കാൻ, അങ്ങനെ ഒരു ചിന്ത വരാൻ ഈ സദസ്സു, ഈ സംരംഭം നിമിത്തമാവണം. അവിടെ ദിക്റുസ്സാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ കുറിച്ചുള്ള വർത്തമാനം കഫാറത്താകും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ജീലാനി തങ്ങളുടെ വർത്തമാനങ്ങൾ, ജീലാനി തങ്ങളുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ, നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യാൻ, അങ്ങനെ ഒരു പരിവർത്തനവും ഒരു തൗബയും ഉണ്ടാക്കാൻ, അതിലൂടെ നമുക്ക് ആഖിറത്തിലേക്കുള്ള വെളിച്ചത്തെ സ്വീകരിച്ച് ആ വെളിച്ചം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച്
പരലോകത്ത് സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്കെത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നമുക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവൻ്റെ കൂടെയാണ് സ്വർഗത്തിലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത്തരം മഹാന്മാരെ സ്നേഹിക്കുകയാണ്, അവരുടെ കൂടെ സ്വർഗത്തിലെത്താനും കഴിയും. എങ്ങനെ? ഈ മഹാന്മാരെ സ്നേഹിക്കുന്നു എന്ന് കേവലം വർത്തമാനമല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ മഹാന്മാരുടെ ജീവിതത്തെ പഠിക്കുന്നു, ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ ജീവിതത്തോട് കമ്പയർ ചെയ്യാൻ, അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, അവരുടെ വഴിയിലേക്ക് ചിന്തകളെയും ജീവിതങ്ങളെയും ചര്യകളെയും ക്രമങ്ങളെയും തിരിച്ചുവിട്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇത്തരത്തിൽ മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അതിനുള്ള നിമിത്തമായി ഈ സംരംഭത്തെ മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.